ഈ പൗർണമി നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്നെ ഒരുപാട് സ്ത്രീകൾ എന്നെ ഈ കാലയളവിൽ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഭയങ്കരമായ പ്രശ്നങ്ങളിലാണ്. സമ്പത്തില്ല, അവർക്ക് ജീവിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ, ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോണേ. അതെന്നെ വിളിച്ചിട്ട് അവർക്ക് പൂജകൾ ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പോലും അവരെ കയ്യിൽ പണവുമില്ല, അതിനുള്ള ഒരു ധൈര്യവുമില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥ കണ്ടപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ആത്മഹത്യകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ കുടുംബം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അന്നേക്കും എന്നെ ആരെങ്കിലേക്ക് ഒന്ന് വന്ന് സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് പലരും എന്നെ ഒന്ന് എന്താ പറയാ തലോടിയത് കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോഴും ജീവനോട് ഇരുന്നിട്ടുള്ളത്. മനുഷ്യന്മാർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെയും കെയർ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ മഠത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അത് നടന്നോ, അത് ദൈവം നമുക്ക് നടത്തി തന്നോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കണം, നമ്മൾ ജീവിച്ച് കാണിക്കണം. എല്ലാവരുടെ മുന്നിലും ഒരു ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പോരാടണം. ആ പോരാട്ടങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാവട്ടെ, അതതിൻ്റെ ഒരു രസല്ലേ. അതിന്റെ പേരിൽ നമ്മൾ ആത്മഹത്യ ചെയ്തിട്ട് എന്താ കാര്യം? ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്കുണ്ട്, എല്ലാവർക്കും ആ പ്രശ്നങ്ങൾ ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ മാത്രമല്ല ഒറ്റപ്പെടുന്നത്, പക്ഷെ സമൂഹത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ മാത്രമാണ് ഇത് അനുഭവിക്കണേ എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതൊരു സത്യമാണ്. അതിലൊന്നും നമ്മൾ വീഴണ്ട. നിങ്ങളുടെ കൂടെ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠമുണ്ട്. നിങ്ങൾക്ക് പൗർണമി പൂജയിലും അമാവാസി പൂജകളിലും പങ്കെടുക്കുക. ആ പൂജകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ധൈര്യം നേടി അങ്ങോട്ട് പോരാടാ. അപ്പൊ വിജയിക്കും. നമുക്ക് ഒരുമിച്ച് വിജയിക്കാനേ. ധൈര്യമായിട്ടിരിക്കേ.